ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ബിൽ ജേണൽ ചെയ്താലോ? ഞാൻ ഡിസംബർ ജനുവരി മന്ദത്തെ ബില്ല് വെച്ചിട്ടാണോ ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു ബില്ലിന് വെറുതെ ഇട്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഫ്ലിപ്പിന്നും ആമസോണിൽ നിന്നൊക്കെ കിട്ടുന്ന ബോക്സ് മേൽ ലേബൽ ചെയ്തിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ, ട്രാക്കിംഗ് സ്റ്റിക്കർ എന്നൊക്കെ പറയാം. അതുവരെ ഞാൻ എന്റെ ജേണലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ എന്റെ കയ്യിലുള്ള ബില്ലൊക്കെ ചെറുത് വലുത് അങ്ങനെ വേർതിരിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ ട്രാക്കിംഗ് സ്റ്റിക്കറൊക്കെ പറിച്ചെടുത്ത് ഇത് ഞാൻ ഫ്ലിപ്പിൽ നിന്ന് ഒരു വാൾപേപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ മാസം ഡിസംബറിൽ വാങ്ങിയതാണ്. ഇതുവരെ നമ്മൾ അതിന് സ്റ്റിക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതുമേലുള്ള സ്റ്റിക്കറും ഞാൻ പറിച്ചെടുക്കാൻ നോക്കി, പക്ഷെ അത് കിട്ടണില്ല. അതുകൊണ്ട് അതിന് മാത്രം വെറുതെ വിട്ട് എല്ലാതൊന്നും സെറ്റാക്കിയ ശേഷം ഓരോ ബില്ലും എടുത്ത് കൈ കൊണ്ട് തന്നെ കീറിയിട്ട് അത് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. കത്രികയും സ്കെയിലൊന്നും യൂസ് ചെയ്ത് കീറേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കൈയിട്ട് കീറുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടുക. പിന്നെ ഈ ബില്ലൊന്നും ഞാൻ ജേണൽ ചെയ്യണം എന്ന് വിചാരിച്ച് മാറ്റി വെച്ചതല്ല കേട്ടോ. എൻ്റെ സൈഡ് ബാഗ് ഒന്ന് ഞാൻ ക്ലീൻ ആക്കിയതായിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ച് ബില്ല് കിട്ടി. പിന്നെ ഡിസംബറിലാണ് നമ്മൾ അപ്പാർട്ട്മെന്റിലോട്ട് ഷിഫ്റ്റ് ആയത്. അപ്പോൾ ഒരു മാസം ചെലവ് വരുന്നത് എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോന്നും നോട്ട് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഗ്രോസറി ബിൽസ് ഒക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി പെറുക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ജേണൽ ഉണ്ടാക്കുന്നത്. ഈ ഇടായിട്ട് ഞാനൊരു ബിൽ ജേണൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടുട്ടോ. ഇൻസ്റ്റയിലോ യൂട്യൂബിലോ എന്തിലോട്ടാണ് കണ്ടത്. അന്ന് ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ ജേണൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ അതുപോലൊക്കെ ഒന്നും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. പിന്നെ പറഞ്ഞല്ലോ ബാഗ് ക്ലീൻ ചെയ്തപ്പോൾ കുറച്ച് ബില്ല് കിട്ടി. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അതുപോലെ ഒന്ന് ചെയ്യണം തോന്നുന്നു. അങ്ങനെ യൂട്യൂബ് ഇൻസ്റ്റയൊക്കെ സെർച്ച് ആക്കിയപ്പോൾ അത്ര ആൾക്കാരൊന്നും ഈ ബിൽ ജേണൽ ചെയ്തിട്ടില്ല. ചെയ്തതൊക്കെ കണ്ട് എന്തൊക്കെയോ മനസ്സിലായി. ഞാൻ എൻ്റെതായ രീതിയിൽ എന്തൊക്കെയോ ഒട്ടിച്ചു. ഇങ്ങനെ ബിൽ ജേണൽ ചെയ്തിട്ടാണെങ്കിൽ ഒരു മാസത്തെ നമ്മളെ ബഡ്ജറ്റ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇത് ബഡ്ജറ്റ് നോക്കാനുള്ള ഒരു മെത്തേഡ് മാത്രമാണ്. ഇങ്ങനെ തന്നെ ബഡ്ജറ്റ് നോക്കണം എന്നില്ല. ഞാൻ ഇതുവരെ ഫോണിൽ നോട്ട്സിലായിരുന്നു ബഡ്ജറ്റ് എഴുതി വെക്കാറുണ്ടായിരുന്നു. ഇതുപോലെ ക്രേസ് ഉള്ളപോലെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. പിന്നെ ഈ ബില്ല് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഇഞ്ചക്ഷൻ കാണുമ്പോൾ തന്നെ പേടിയുള്ള ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഇഞ്ചക്ഷൻ അടിച്ചു ഗൈസ്. പിന്നെ ഈ ജേണലിൽ ഞാൻ വെറും ബില്ലിലുള്ള ടോട്ടൽ എമൗണ്ട് മാത്രമല്ല കേട്ടോ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. എവിടുന്നാണ് പർച്ചേസ് ചെയ്തത് എന്നുള്ള ഷോപ്പിന്റെയും സ്റ്റോറിന്റെ ഒക്കെ നെയിം ഞാൻ ഫോക്കസ് ആക്കിയിട്ടുണ്ട്. പിന്നെ ബില്ല് അങ്ങനെ ഒട്ടിക്കണം ഇങ്ങനെ ഒട്ടിക്കണം അങ്ങനെയൊന്നുമില്ല. ഒക്കെ ഒന്ന് ഇഷ്ടമുള്ള രീതിയിൽ കയറിയിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒന്നൊട്ടിക്കാം. പിന്നെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഒരു മാസത്തെ ബില്ല് വെച്ച് തന്നെ ഉണ്ടാക്കാം. ഞാൻ പിന്നെ കളക്ട് ചെയ്യാത്തതുകൊണ്ട് എൻ്റെ ഉള്ള ബില്ല് വെച്ച് ചെയ്തതാണ്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത് നമ്മളെ കളറിന്റെ ടിക്കറ്റ് ഉണ്ടാവുമല്ലോ ബസ്സിൽ നിന്നൊക്കെ കിട്ടുന്നത്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. പിന്നെ ഒട്ടിക്കുമ്പോൾ ഇതുപോലെ ടോട്ടൽ എമൗണ്ടിന്റെയും ഷോപ്പിന്റെ നെയിമിന്റെ ഒക്കെ മുകളിൽ ഒട്ടിക്കാണ്ട് ശ്രദ്ധിക്കും. എല്ലാതും ഒട്ടിക്കുന്നത് കാണിച്ച് ബോറടിപ്പിക്കണ്ട എന്നുള്ളതുകൊണ്ട് ഇവിടെ നിർത്താം. പിന്നെ ടോട്ടൽ എമൗണ്ട് ഒക്കെ റെഡ് പെർമനന്റ് മാർക്കർ വെച്ചിട്ട് റൗണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാത്തിന്റെയും സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആരോ ഇട്ടിട്ട് കുഞ്ഞു ക്യാപ്ഷനും എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ ബിൽ ജേണൽ. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ കമന്റ് എന്തായാലും പറയാനും മറക്കൂലല്ലോ അല്ലേ. അപ്പോൾ ഓക്കെ ബൈ.